ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചച്ചക്ക കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായിട്ടുള്ള സ്നാക്സാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മളിവിടെ ഒരേ മാവ് കൊണ്ട് തന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള 2 തരത്തിലുള്ള സ്നാക്സാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ പച്ചച്ചക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് 25 പച്ചച്ചക്ക ചുള എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുവും ചവണിയൊക്കെ കളഞ്ഞെടുക്കുക. നമ്മൾ ഈ ചക്ക കൊണ്ട് 2 രീതിയിലുള്ള സ്നാക്സാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്നാക്സ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചക്കച്ചുള എടുക്കുക കേട്ടോ. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് മുഴുവനായിട്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചക്ക നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ചക്ക അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ നിങ്ങളുടെ അടുത്ത് കരിഞ്ജീരകവും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പൗഡറും ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് വെളുത്തുള്ളി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഗീയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവ് കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ കട്ടയായിട്ട് കിട്ടണം. ഈ രീതിയിലാവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ മാവിലേക്ക് നമ്മൾ അരച്ചെടുത്ത ചക്കയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ചക്കയുടെ പേസ്റ്റ് ഒന്നിച്ച് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കൂലേ, ആ ഒരു നനവിൽ വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാനായിട്ട്. നമ്മളിതിലേക്ക് അല്പം പോലും വെള്ളം ചേർക്കാതെ ഈ ചക്കയുടെ പേസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കുന്നത്. ഇനി നിങ്ങളെടുക്കുന്ന ചക്കയുടെ പേസ്റ്റ് കൂടി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മാവിന് മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ മാവ് ഒരു 10 മിനിറ്റ് നേരം ഇവിടെ അടച്ച് വെക്കുക. 10 മിനിറ്റിന് ശേഷം ഈ മാവ് ഒന്നും കൂടി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. ഞാൻ ഈ മാവിൽ നിന്നും പകുതി ചക്കമുറുക്കുണ്ടാക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ളത് പരത്തിയെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മാവ് പരത്തിയെടുക്കാനായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ തൂവി കൊടുക്കുക. എന്നിട്ട് ഈ മാവ് ഒരുപാട് തിക്കായിട്ടല്ല എന്നാൽ ഒരുപാട് തിന്നായിട്ടല്ല, നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കില്ല ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഈ മാവ് പരത്തിയെടുക്കേണ്ടത്. പരത്തിയെടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിവിടെ ഡയമണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗോതമ്പ് പൊടി തൂവിക്കൊടുക്കുക. കണ്ടോ, നമ്മളിത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് തൊലിയോട് കൂടി ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക.
ഇപ്പോൾ ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കിയെടുക്കരുത് കേട്ടോ. ഇതൊരു മിനിറ്റൊക്കെ എണ്ണയിൽ കിടന്നിട്ട് ചെറിയ രീതിയിലൊന്ന് വെന്ത് കിട്ടണം. അതിനുശേഷം മെല്ലെ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് 2-3 മിനിറ്റോളം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കളറിലായിട്ട് കിട്ടും. ഈ ഒരു കളറിലാവുമ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇപ്പം ഞാനിത് മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ കുറച്ച് മാവ് മാറ്റി വെച്ചില്ലേ, അതുകൊണ്ട് നമ്മൾ മുറുക്കാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. മാവ് ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ടൊരു സേവനാഴി എടുത്തിട്ട് അതിലേക്ക് സ്റ്റാർ വെച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മാവ് അതിലേക്ക് നിറച്ച് കൊടുക്കുക. മാവ് നിറച്ച് കൊടുത്തതിന് ശേഷം സേവനാഴി നല്ലതുപോലെ അടച്ചിട്ട് ഈ മാവ് ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് പീച്ചി കൊടുക്കുക. നിങ്ങൾക്കിത് ചെറിയ ചെറിയ ഷേപ്പിലുള്ള മുറുക്കൊക്കെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ മാവ് ഒരു വാഴയിലയിലേക്കോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്കോ പിഴിഞ്ഞിട്ട് ഷേപ്പാക്കി എടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണയിലേക്ക് ഈ മാവ് പിഴിഞ്ഞ് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലേ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഒരു വശം വെന്ത് കഴിഞ്ഞാൽ മറുവശവും തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. 2 വശവും വെന്ത് വന്നാൽ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റുക. ഇപ്പം ഞാനിത് മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്ക കൊണ്ട് നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായിട്ടുള്ള മുറുക്കാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചക്ക കൊണ്ട് നിങ്ങൾ ഇതുപോലെ മുറുക്കുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കിയെടുക്കാൻ. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം ക്രിസ്പിയാണെന്ന്. പഴുത്ത ചക്ക കൊണ്ടും പച്ച ചക്ക കൊണ്ടുമുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. കണ്ടോ, ഇത് നല്ല ക്രിസ്പിയായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിത് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ ഇങ്ങനെ കഴിക്കുക. അതല്ല നിങ്ങൾക്കിത് കുറച്ചുകൂടി സ്പൈസി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ സ്നാക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത മുളക് പൊടിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ചക്ക കൊണ്ട് ഇതുപോലെ നിങ്ങൾ സ്നാക്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്